ഹായ് എവ്രി വൺ. നിങ്ങൾ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവിനെ അറിയില്ലേ? അതെ, നമ്മുടെ ഐൻസ്റ്റീൻ തന്നെ. ഇപ്പോൾ എന്തിനാ ഐൻസ്റ്റീൻ്റെ കഥ പറയുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗിഫ്റ്റഡ്നെസ്, ജീനിയസ് എന്നുള്ളതാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ജീനിയസ് എന്ന കാറ്റഗറിയിൽ ഐൻസ്റ്റീൻ്റെ പേരുമുണ്ട്. സോ ഗിഫ്റ്റഡ്നെസ് എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു സത്യത്തിൽ ഇതിന് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡെഫിനേഷൻ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ BK മിശ്രയുടെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന ബുക്കിൽ പറയുന്ന ഒരു ഡെഫിനേഷൻ നമുക്ക് കാണാം. ഇറ്റ്സ് എ സുപ്പീരിയർ എബിലിറ്റി ഇൻക്ലൂഡ്സ് മോറൽ, ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ ഓർ ഈസ്തെറ്റിക് ലൈഫ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അവർ പറയുന്നത്. ചുമ്മാ പറ്റിക്കല്ല മിസ്സേ, ഹൈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ജീനിയസ്. ഞാൻ തർക്കിക്കുന്നില്ല. കാരണം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസിനെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. സ്പേഷ്യൽ, മ്യൂസിക്കൽ, ഈസ്തെറ്റിക്, ഇമോഷണൽ, അങ്ങനെ ഒത്തിരി ടൈപ്പ്. ഇനി എന്തൊക്കെയാണ് ഏർലി സൈൻസ് ഓഫ് ജീനിയസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഏർലി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് വൺ, റാപ്പിഡ് ലേണിംഗ്. തേർഡ് വൺ, ക്യൂരിയോസിറ്റി ആൻഡ് ക്വസ്റ്റ്യനിങ്. നാലാമത്, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ, നമ്മുടെ ഐൻസ്റ്റീൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിലേ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിലേ എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് ഭാവിയിൽ അദ്ദേഹത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ജീനിയസ് ഒന്നുമല്ല, അവന് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയുന്ന പേരൻസിനോട് ഒരു കാര്യം പറയട്ടെ. കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ടും അവരുടെ ക്രിയേറ്റിവിറ്റിയെ എൻകറേജ് ചെയ്തുകൊണ്ടും മുതിർന്നവരോടും അവരുടെ കൂട്ടുകാരോടും കൂടി ലീഡിങ്ങിന് അവസരം ഒരുക്കുമ്പോൾ നമ്മുടെ മക്കൾ അടിപൊളി വ്യക്തികളായിട്ട് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഇടയിലുള്ള മിത്തുകളും മിസ്കൺസെപ്ഷനും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കളെ അടിപൊളി മക്കളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ജീനിയസ് എന്ന് പറയുന്നത് ഇന്നേറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഏർലി ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ ജീനിയസ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഓഫ് സക്സസ് ആണെന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ജീനിയസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ഫീൽഡിൽ അല്ലെങ്കിൽ മ്യൂസിക്കായുള്ള എബിലിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ കുറഞ്ഞ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ജീനിയസ് എന്ന് പറയുന്നതും ഒരു തെറ്റിദ്ധാരണയാണ്.